മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിയിൽ അധിക താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ സർക്കാർ തീരുമാനം. പ്രതിസന്ധി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിക്കും. മലപ്പുറം RDDയും വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറും സമിതിയിൽ അംഗങ്ങളാകും. വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ മലബാർ മേഖലയിൽ +1 സീറ്റിന് ക്ഷാമമില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ നിലപാട് കടുപ്പിച്ചതോടെയാണോ ഈ ഒരു വിഷയത്തിൽ സമവായമായത്? ഇപ്പോൾ ഒരു സമിതിയെ രൂപീകരിക്കാനാണല്ലോ തീരുമാനമായിരിക്കുന്നത്. അധിക താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിന്റെ ഭാഗമായി എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, മലബാർ മേഖലയിൽ +1 സീറ്റിന് ക്ഷാമം അതിരൂക്ഷമാണ്. ഈ മികച്ച മാർക്കോടുകൂടി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് കിട്ടാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സീറ്റ് ക്ഷാമം ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വരെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്ന ഒരു കാര്യം. പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. KSU, MSF അടക്കമുള്ള സംഘടനകൾക്ക് പിന്നാലെ SFIയും ശക്തമായ സമരവുമായി രംഗത്ത് വന്നതോടുകൂടി വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയിലാണ് ഇപ്പോൾ താൽക്കാലികമായി അധിക ബാച്ച് എടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. രണ്ടംഗ സമിതിയെ നിയോഗിക്കാനും തീരുമാനം എടുത്തിട്ടുണ്ട്. മലപ്പുറം RDDയും വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറും സമിതിയിൽ അംഗങ്ങളാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റോടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഈ യോഗത്തിന് ശേഷം മന്ത്രി പ്രതികരിച്ചത്. റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം അധിക ബാച്ച് വേണോ എന്നതിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അടുത്ത മാസം 7, 8 തീയതികളിലാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അഡ്മിഷൻ നടക്കുക. സ്കോൾ കേരള വഴിയുള്ള അഡ്മിഷൻ സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ അഡ്മിഷൻ നടന്നതിന് ശേഷം നടത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മലപ്പുറത്ത് 7478 ഒഴിവുകളാണ്, സീറ്റുകളുടെ കുറവുകളാണ് ഉള്ളത്. പാലക്കാട് 1757 സീറ്റിന്റെ കുറവുണ്ട്. കാസർഗോഡ് 252 സീറ്റിന്റെ കുറവാണുള്ളത്. ഏതായാലും പ്രതിസന്ധി പരിശോധിക്കാൻ നിയോഗിച്ചിരുന്ന സമിതി ജൂലൈ 5-നകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രണ്ടംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ബാലാവകാശ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലക്ഷ്മി.